അല്ലല്ലോ, BJP അംഗത്വം എടുത്തതേ ഉള്ളൂ, പൊസിഷനും നമ്മൾ പറഞ്ഞിട്ടില്ല. അല്ലെ, വെറുതെ ഒരു അംഗത്വം എടുക്കാൻ പോവില്ലല്ലോ ബിപിൻ. താങ്കൾക്ക് ഇവിടെ പ്രധാനപ്പെട്ട CPM-ൽ പ്രധാനപ്പെട്ട പൊസിഷനുകളിൽ ഇരുന്ന വ്യക്തിയാണ്. താങ്കളെ പോലെ ഒരു യുവ നേതാവിനെ ആലപ്പുഴ പോലെ വിഭാഗീയത രൂക്ഷമായ ഒരു സ്ഥലത്ത് നിന്നും BJP എടുക്കണമെങ്കിൽ വെറുതെ ഒന്നും കാണാതെ എടുക്കില്ലല്ലോ. അപ്പോൾ താങ്കൾക്ക് കിട്ടിയ ഓഫർ എന്താണ്? എനിക്കൊരു ഓഫറും കിട്ടിയിട്ടില്ല, ഒരു ഓഫറും കിട്ടിയിട്ടില്ല, സത്യം പറയുക. അപ്പോൾ താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണ്? ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ നേതാക്കളെ പാർട്ടിയിലേക്ക് എടുക്കുക, BJP-യിലേക്ക് എടുക്കുക എന്നതാണോ? ഇപ്പോൾ നേരത്തെ കെ സുരേന്ദ്രൻ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു കൂടുതൽ പേർ വരാൻ പോകുന്നു. സ്വാഭാവികമായും CPM-ൽ നിന്നും ആയിരക്കണക്കിന് പേർ പാർട്ടി വീട്ടിൽ സമ്മേളനം കഴിയുമ്പോൾ സ്വാഭാവികമായും പോകും, യാതൊരു സംശയവും വേണം. ഈ ആലപ്പുഴയിൽ വിഭാഗീയത എന്ന് പറയുമ്പോൾ എന്താണ് അതിന് അടിസ്ഥാനമൊന്ന് വിശദീകരിക്കാമോ? താങ്കളുടെ ഒരു മനസ്സിലാക്കൽ എന്താണ്? ഇപ്പോൾ GS സുധാകരനെ പോലൊരു നേതാവിനെ തഴയുന്നു എന്ന് പറയുമ്പോൾ അപ്പുറത്ത് ഔദ്യോഗിക വിഭാഗമായി നിൽക്കുന്നവർ ശക്തരാകുന്നു, പാർട്ടി നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള സമീപനം എടുക്കുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ ഒന്ന് വിശദീകരിക്കാമോ? എന്താണ് ആലപ്പുഴ പാർട്ടിയിൽ സംഭവിക്കുന്നത്? ആലപ്പുഴ പാർട്ടി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കുറച്ചധികം വർഗീയവാദികളുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ പാർട്ടി നേതൃത്വത്തിന് ചലിക്കാൻ സമ്മതിക്കില്ല. ജില്ലാ സെക്രട്ടറി നാസർ സാഹ് ഉൾപ്പെടെയുള്ളവരുടെ അവസ്ഥ എന്താണ്? ചന്ദ്രബാബു സാഹിന്റെ അവസ്ഥ എന്താണ്? അവരെ ഒന്നും ചലിക്കാൻ അവിടെ സമ്മതിക്കില്ലല്ലോ. ഒരു വിഭാഗത്തിലേക്ക് മാത്രം ചുരുക്കുക രൂപത്തിലേക്ക് ഈ പാർട്ടി മാറുകയാണ്. അതാണ് CPM ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയുടെ അവസ്ഥ. വർഗീയ നിലപാടെന്ന് പറയുമ്പോൾ ഒന്ന് വിശദീകരിക്കാമോ ശ്രീ ബിപിൻ? താങ്കൾ ഈ വർഗീയ നിലപാട് പറഞ്ഞുകൊണ്ട് താങ്കൾ പോകുന്നത് BJP-യിലേക്കാണ്, അതുകൊണ്ടാണ് അതൊന്ന് വിശദീകരിക്കൂ. വിശദീകരിക്കാൻ വർഗീയ നിലപാടെന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിന്റെ മാത്രം പാർട്ടിയാക്കാൻ അത് ശ്രമിക്കുകയാണ്. അത് വർഗീയ സ്വഭാവമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു ആ പാർട്ടിയിൽ എന്നുള്ളതാണ്. അതിനാരാണ് നേതൃത്വം വഹിക്കുന്നത് അവിടെ? ഈ ജില്ലയിലുള്ള അതിപ്പം നമുക്ക് പറയാൻ പറ്റില്ല. അത് CPM-ഉള്ളവരോട് അന്വേഷിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. അതെല്ലാം കുറച്ച് നാൾക്കുള്ളിൽ എല്ലാം പുറത്തു വരും, യാതൊരു സംശയവുമില്ല. ഈ സമ്മേളനം കഴിയുമ്പോഴത്തേക്ക് ആയിരക്കണക്കിന് പേർ ഈ പാർട്ടി ഉപേക്ഷിച്ചു പോകും. സമ്മേളനം കഴിയുമ്പോഴേക്ക് അവിടെ എല്ലാം ഇപ്പം ഹരിപ്പാടും എന്താ സ്ഥിതി? അവിടെ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും എല്ലാം ഒരു മാസം മുമ്പല്ലേ പാർട്ടി ഉപേക്ഷിച്ചു പോയത്. സമ്മേളനങ്ങളുടെ അവസ്ഥ എന്താ? മിക്ക സമ്മേളനങ്ങളും കയ്യാങ്കളിയിലല്ലേ അവസാനിക്കുന്നത്. ഇപ്പൊ എന്റെ പ്രദേശത്ത് പത്തിയൂര് സമ്മേളനം കയ്യാങ്കളിയിലാണ് അവസാനിച്ചത്. ഇറങ്ങിപ്പോക്കാണ് ഉണ്ടായത്. കരിയിലക്കുളങ്ങര ലോക്കൽ സമ്മേളനത്തിൽ എല്ലാവരും ഇറങ്ങിപ്പോയി അവസാനം. അങ്ങനെ സമ്മേളനങ്ങളിൽ നിന്നും പ്രതിഷേധിച്ചിറങ്ങിപ്പോകുന്ന സ്ഥിതിയിലേക്ക് ദയനീയമായ അവസ്ഥയിലേക്ക് CPM എത്തുന്നു എന്നുള്ളതാണ്. സമ്മേളനങ്ങൾ CPM-ന്റെ എന്ന് പറഞ്ഞാൽ പറഞ്ഞോളൂ, പൂർത്തിയാക്കോളൂ. പറഞ്ഞോളൂ. അല്ല, താങ്കൾ പൂർത്തിയാക്കും. ബ്രാഞ്ച് സമ്മേളനങ്ങൾ CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ എന്താ അവസ്ഥ? ഇപ്പോൾ 5-6 പേർ പങ്കെടുക്കുന്ന സമ്മേളനങ്ങളായി CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പോലും മാറുകയാണ്. ആലപ്പുഴയിൽ ഉള്ളവരെ വെച്ച് സമ്മേളനം നടത്തി വിടുന്ന അവസ്ഥയിലേക്ക് CPM എത്തുകയാണ്. പല പൊതുസമ്മേളനങ്ങളും നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നടന്നിട്ടില്ല. പൊതുസമ്മേളനങ്ങൾ പ്രഖ്യാപിക്കുന്നു, നടക്കാൻ പറ്റാത്ത അവസ്ഥ, ആളില്ലാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് CPM. സംസ്ഥാന സെക്രട്ടറിയുടെ ഇടപെടൽ എത്രത്തോളമുണ്ട് പലയിടത്തും? ഇപ്പോൾ കരുനാഗപ്പള്ളിയിലെ തന്നെ പരസ്യ തർക്കത്തിനൊടുവിൽ അദ്ദേഹം ഇപ്പോൾ അവിടെ യോഗത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്, സംസ്ഥാന സെക്രട്ടറിയുടെ ഇടപെടൽ ഫലപ്രദമല്ല എന്നാണോ താങ്കളുടെ അഭിപ്രായം? സംസ്ഥാന സെക്രട്ടറി ഒരു മാസം മുമ്പ് വന്ന് കായംകുളം ആലപ്പുഴയിലൊക്കെ വിഷയങ്ങൾ പരിഹരിച്ചു, പക്ഷെ ഒരു കാര്യവും നടക്കുന്നില്ല. സംസ്ഥാന സെക്രട്ടറി വരുന്ന കമ്മിറ്റി കൂടുന്നല്ലാതെ പ്രാവർത്തികമാക്കാൻ വേണ്ടി അവിടുത്തെ നേതൃത്വങ്ങൾ, അതല്ലേ ഞാൻ പറഞ്ഞു, ആലപ്പുഴ ജില്ലയിൽ ഒരു കോക്കസാണ്. അത് സംസ്ഥാന സെക്രട്ടറി എന്നാൽ ആര് പറഞ്ഞാലും കേൾക്കില്ല ആ കോക്കസ്. ആ കോക്കസിനെ കുറിച്ച് സംസ്ഥാന സെക്രട്ടറിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ, അതോ കോക്കസ് പറയുന്നതിലേക്ക് സംസ്ഥാന സെക്രട്ടറി വീണു പോകുന്നുണ്ടോ? എന്താണ് താങ്കളെ മനസ്സിലാക്കൽ? അതെനിക്കറിയില്ല. താങ്കളെ സംബന്ധിച്ച് ഇപ്പോൾ താങ്കൾ BJP അംഗത്വം സ്വീകരിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ അമ്മയോട് ഇക്കാര്യം എങ്ങനെ വിശദീകരിക്കാനാണ് പോകുന്നത്? അത് വിശദീകരിക്കുമല്ലോ, ബോധ്യപ്പെടുമല്ലോ. അമ്മയെന്ന് പറയുന്നത് കഴിഞ്ഞ 35 വർഷക്കാലങ്ങളായി പൊതുപ്രവർത്തകയാണ്. അമ്മ 15 വർഷക്കാലമായി പത്തിയൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അമ്മയും ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അന്നേരം സ്വാഭാവികമായും അമ്മയ്ക്ക് ബോധ്യപ്പെടും.
ശരി, ബിപിൻ എന്ന വ്യക്തിക്ക് പാർട്ടിക്കകത്ത് നേരിടേണ്ടി വന്ന അവഗണന എന്താണ്? പാർട്ടിക്കകത്ത് അവഗണനയല്ലല്ലോ. അപ്പൊ ഞാനിപ്പോ BJP-യിലേക്ക് പോകുന്ന പാർട്ടിക്കകത്ത് അവഗണന മാത്രം നേരിട്ടിട്ടില്ലല്ലോ. BJP-യുടെ നയങ്ങൾ ആകൃഷ്ടനായിട്ടാണ് ഞാൻ BJP-യിലേക്ക് പോകുന്നത്. ഈ നയം എന്ന് പറയുന്നത് ഇപ്പോൾ കാലങ്ങളായി തുടരുന്ന നയമാണല്ലോ ബിപിൻ സി ബാബു. ഇപ്പോൾ പെട്ടെന്നൊരു നയം, പുതിയൊരു നയമൊന്നും BJP കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഈ സമയത്ത് ആകൃഷ്ടനാകാനുണ്ടായ കാരണങ്ങൾ ഉണ്ടാകുമല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. താങ്കളെ അങ്ങോട്ടേക്ക് ആകർഷിച്ചത് എന്താണ് യഥാർത്ഥത്തിൽ? നമ്മൾ വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനത്തിനകത്ത് ഇനി മതനിരപേക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. വിളിക്കുന്ന മുദ്രാവാക്യവും പ്രവൃത്തിയും രണ്ടും രണ്ടാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ BJP-യിലേക്ക് പോയത്. ശരി, വിളിക്കുന്ന മുദ്രാവാക്യത്തിന് പ്രസക്തി ഉണ്ടല്ലോ. വിളിച്ച് മുദ്രാവാക്യം പ്രവൃത്തിയിലേക്ക് ആക്കണമല്ലോ. അതാകുന്നില്ല CPM-ൽ ഇപ്പോ. അതുകൊണ്ടാണ് പോകുന്നത്. മതനിരപേക്ഷ നിലപാടുള്ള BJP-യിലേക്ക് പോകുന്നു എന്നാണ് താങ്കൾ പറയുന്നത്, അല്ലേ? അതെ. അപ്പോൾ താങ്കൾ ഇത്രകാലം വിളിച്ചിരുന്ന മുദ്രാവാക്യം എത്രത്തോളം താങ്കൾ ഉൾക്കൊണ്ടിട്ടുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിളിച്ച മുദ്രാവാക്യങ്ങൾ അന്ന് ശരിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോൾ CPM പ്രവർത്തകർ വിളിക്കുന്ന മുദ്രാവാക്യം, അത് അണികൾ മാത്രമാണ് മുദ്രാവാക്യം വിളിച്ച്, അവർ മാത്രമാണ് ഇന്ന് ആ മുദ്രാവാക്യം ഏറ്റു വിളിക്കുന്നത്. നേതാക്കന്മാർ ആ മുദ്രാവാക്യം ഏറ്റ് മനസ്സിലേക്ക് ഏറ്റു വിളിക്കുന്നില്ല. അവരുടെ മുദ്രാവാക്യം വിളി മാത്രമേ ഉള്ളൂ, പ്രവൃത്തി വേറെയാണ്. എല്ലാ നേതാക്കന്മാരും ഒന്നും ഞാൻ പറയുന്നില്ല, കുറേയധികം നേതാക്കന്മാർ. ആലപ്പുഴയിൽ വർഗീയ നിലപാടെടുക്കുന്ന നേതാക്കളുടെ തീരുമാനങ്ങളാണ് നടപ്പാകുന്നത് എന്നാണ് താങ്കൾ പറയുന്നത്, അല്ലേ? തോമസ് ഐസക്കിനെ പോലുള്ള പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ അവിടെയുണ്ടല്ലോ. അപ്പോൾ ഈ ആശങ്ക ഐസക്കിനെ പോലുള്ള നേതാക്കളുമായി പങ്കുവച്ചിട്ടില്ലേ? എനിക്ക് ഐസക് സാവുമായിട്ട് വലിയ പരിചയമില്ല. താങ്കൾക്ക് അടുപ്പമുള്ള നേതാവ് ആരാണ്? നമുക്ക് അടുപ്പമുള്ള ഇപ്പം ആലപ്പുഴ ജില്ലയിലെ എല്ലാ നേതാക്കന്മാരുമായിട്ട് അടുപ്പമുണ്ടിരിക്കും. ഐസക് സാവ് ശരി, ശ്രീ ബിപിൻ സി ബാബു, അപ്പോൾ BJP-യിൽ താങ്കൾ പോകുമ്പോൾ കൂടുതൽ ആളുകളെ അവിടേക്ക് എത്തിക്കും എന്നുള്ളൊരു സൂചന കെ സുരേന്ദ്രൻ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഏതെങ്കിലും നേതാക്കളുടെ പേരുകൾ താങ്കളുടെ മനസ്സിലുണ്ടോ വരാൻ സാധ്യതയുള്ള? കുറേയധികം പേർ വരും. പ്രവർത്തകരല്ല ഞാൻ ചോദിക്കുന്നത്, നേതാക്കൾ തന്നെ വരുമെന്നാണോ? പേരുകളൊന്നും പറയുന്നില്ല. ഉറപ്പായിട്ട് കുറച്ച് നേതാക്കൾ വരുമല്ലോ, ഉറപ്പായിട്ട് വരും. സമ്മേളനം കഴിഞ്ഞ ശേഷമായിരിക്കും? അങ്ങനൊന്നുമില്ല, എപ്പോ വേണമെങ്കിലും വരാമല്ലോ. സമ്മേളനം കഴിയണമെന്നില്ല. അതിനു മുമ്പേ സംഭവിക്കാം. ഉറപ്പായി. താങ്കളിപ്പോൾ പ്രധാനപ്പെട്ട ചില നേതാക്കൾ തന്നെ വരുമെന്ന് പറയുകയാണ്, പ്രവർത്തകരെ കൂടാതെ, അല്ലേ? ആലപ്പുഴയിൽ നിന്ന്. അതെ അതെ, ആലപ്പുഴ ജില്ലയിൽ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാവും. അതെപ്പോൾ പ്രതീക്ഷിക്കണം? അതെപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ശരി, താങ്കൾക്ക് എന്തെങ്കിലും ഇനി കൂട്ടിച്ചേർക്കാനുണ്ടോ ഈ കാര്യത്തിൽ? കാരണം ഒന്നും വിട്ടു പറയുന്നില്ല താങ്കൾ. BJP-യിലേക്ക് പോകുന്ന എല്ലാ CPM നേതാക്കളും പറയുന്ന അബ്ദുള്ളക്കുട്ടി മുതൽ ഇങ്ങോട്ട് പറയുന്ന അതേ വാചകങ്ങളാണ് താങ്കളും ഇപ്പോൾ പറഞ്ഞത്. മോദിയുടെ വികസനത്തിൽ ആകൃഷ്ടനായി പോകുന്നു എന്ന്. പുതിയതായിട്ട് എന്തെങ്കിലും പറയണമായിരുന്നു. ഒന്നുമില്ല, സത്യം അതാണല്ലോ. അന്നേരം അത് മാത്രമല്ലേ പറയാൻ പറ്റൂ. താങ്കളുടെ സ്വാധീനത്തിൽ അമ്മയും വരാൻ സാധ്യതയുണ്ടോ? അറിയില്ല, അമ്മ അറിയില്ല. ഈ പറഞ്ഞതുപോലെ ആലപ്പുഴയിലുള്ള വിഭാഗീയതയിൽ അമ്മ താങ്കളുമായിട്ട് രാഷ്ട്രീയം സംസാരിക്കുമല്ലോ. അപ്പോൾ അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് താങ്കൾ പറയുന്ന അപജയം അമ്മയ്ക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അമ്മ ഒരു കത്ത് കൊടുത്തിരുന്നല്ലോ പാർലമെന്റ് ഇലക്ഷൻ മുമ്പ്. അത് മാധ്യമങ്ങൾക്കകത്തെല്ലാം വന്നതാണല്ലോ. അതിനകത്ത് കൃത്യമായി തന്നെ അമ്മ രേഖപ്പെടുത്തിയിരുന്നു, CPM ആലപ്പുഴ ജില്ലയിൽ 3ാം സ്ഥാനത്ത് പോകാൻ പോവുകയാണ്, കായംകുളത്ത് CPM 3ാം സ്ഥാനത്ത് പോകാൻ പോവുകയാണ്. അന്ന് ആ കത്തൊന്നും പരിഗണിച്ചില്ല.
ഇലക്ഷന് 3 ആഴ്ച മുമ്പ് കൊടുത്ത കത്താണ്. അന്ന് ആ കത്ത് പരിഗണിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ ആലപ്പുഴയിൽ ഉണ്ടായില്ലായിരുന്നു.